കുക്കറിൽ നെയ്ച്ചോറുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ 3 ഗ്ലാസ് അരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ജീരകശാലയാണ്. ഇതിനുള്ള വെള്ളം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന രീതിയിൽ ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഒരു കുക്കർ അടുപ്പിൽ വെക്കുക. കുറച്ച് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏത് നെയ്യ് വെള്ളം ഒഴിക്കാം. അതിന് 3-4 കുരുമുളക്, 3-4 ഏലക്ക, 3-4 ഗ്രാമ്പൂ, ഒരു കറുവാപ്പട്ട, ഒരു ബേ ലീഫ് എല്ലാം കൂടെ ചൂടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളത് ശരിക്കും ഇളക്കി അരി ഒരുമാതിരി ബ്രൗൺ കളറ്, ഏകദേശം ഒരു ബ്രൗൺ കളറ് ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാം. ചൂടാക്കിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മൾ അരി നല്ലോണം ഏകദേശം നല്ലോണം ഒരു ബ്രൗൺ കളറൊക്കെ ആകാറായപ്പോൾ നമ്മളതിൽ അളന്ന് വെച്ചിരുന്ന വെള്ളം എടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് ഇനി അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അത് ഈ അരി തമ്മി ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ റൈസൊക്കെ കറക്റ്റ് വേവാണ്, കറക്റ്റ് ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ കുറച്ച് കരിയാപ്പിലയും കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിൽ കൂടി ഇട്ടു. വേണം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത സവോളയും മുന്തിരിയും കപ്പലണ്ടിയും എല്ലാം കൂടെ അതിൻ്റെ മുകളിലിടാം. പക്ഷേ ഇവിടുത്തെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി, കുക്കർ നെയ്ച്ചോറ് റെഡിയായി. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.